13 മന്ത്രിമാരാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റത്. പരാജയമറിഞ്ഞ മന്ത്രിമാരിലേറെയും CPM-ൽ നിന്ന് തന്നെ. ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണന്റെ അടക്കമുള്ള പരാജയം തോൽവിയുടെ ആക്കം കൂട്ടി. പോളിംഗ് കഴിഞ്ഞതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നു 1 ഡസനോളം മന്ത്രിമാർ തോൽക്കുമെന്ന്. രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്നതിൽ മാത്രമല്ല, അത് നടപ്പാക്കി വിജയിക്കുന്നതിലും കഴിവുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു VD സതീശന്റെ പ്രവചനം. മന്ത്രിസഭയിലെ മിക്കവരും തോറ്റോടി. മന്ത്രിസഭയുടെ മുഖമായിരുന്ന P രാജീവും MB രാജേഷും ശിവൻകുട്ടിയും ഗണേഷ് കുമാറും വീണയുമെല്ലാം പാർലമെന്ററി രംഗത്തോട് താൽക്കാലികമായി വിട പറഞ്ഞു. ഘടകകക്ഷി മന്ത്രിമാരായ ചിഞ്ചുറാണിയും AK ശശീന്ദ്രനും റോജി അഗസ്റ്റിനും തോറ്റത് ഇടതുമുന്നണിയുടെ തോൽവിയുടെ ആക്കം കൂട്ടി. ഭരണവിരുദ്ധ വികാരത്തിന്റെ ഉത്തമ തെളിവായി മാറി മന്ത്രിമാരുടെ കൂട്ടത്തോൽവി. തോറ്റ മന്ത്രിമാരുടെ വകുപ്പുകൾക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാതിരുന്ന പാർട്ടി നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കുമുള്ള തിരിച്ചടി കൂടിയാണ് പരാജയങ്ങൾ. ഇടതുമുന്നണി കൺവീനറും മുൻമന്ത്രിയുമായ TP രാമകൃഷ്ണൻ അടക്കമുള്ളവരുടെ തോൽവി ഇടതുമുന്നണിയുടെ തോൽവിയുടെ ആക്കം കൂട്ടിയിട്ടുണ്ട്. ആ മുറിവുണക്കാൻ തുന്നലിട്ടാൽ മാത്രം പോരാ, മാസങ്ങൾ നീണ്ട ചികിത്സയും തിരുത്തലുകളും വേണ്ടിവരും. മീഡിയ 1 തിരുവനന്തപുരം.